ഹായ് കൂട്ടുകാരെ, എവർക്കും റാങ്ക് ഫണ്ടിൻ്റെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട ഒരു ക്വിസാണ്. അതിൻ്റെ 4ാമത്തെ ഭാഗമാണിത്. 3 ഭാഗങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇത് അവസാനത്തെ ഭാഗമാണ്. ഇതിൻ്റെ PDF നോട്ട് അവൈലബിൾ ആണ്. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോയിൽ ലാസ്റ്റ് പറയുന്നതായിരിക്കും. ഇതിൽ 100 ക്വസ്റ്റ്യൻസ് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ടോട്ടൽ നമ്മൾ ഈ ക്വിസിലെ 400 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്ത് പോകുന്നത്. 300 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇന്ന് നമ്മൾ 100 ക്വസ്റ്റ്യൻസ് കൂടെ ഡിസ്കസ് ചെയ്യുമ്പോൾ 400 ക്വസ്റ്റ്യൻസ് ആയിത്തീരും. അപ്പോൾ ഇത് ഇന്ത്യ ഹിസ്റ്ററിയുമായിട്ട് റിലേറ്റ് ചെയ്ത്, അതായത് ഇന്ത്യൻ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട സംഭവങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ക്യൂസാണ്. അപ്പം ഇതിലെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് പരീക്ഷകൾക്ക് സ്വാതന്ത്ര്യദിന ക്യൂസിന് വേണ്ടി മാത്രമല്ല, നിങ്ങളുടെ അല്ലാതുള്ള കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്ക് ഏറെ പ്രയോജനകരമാകുന്ന നോട്ട് തന്നെയാണ്. സോ നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കുക. എല്ലാവരും നന്നായിട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക ഈ പോർഷൻ. ഓക്കെ, ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് 2 പ്രാവശ്യം വീതം വായിച്ചു പോവുകയാണ് ചെയ്യുന്നത്. എക്സ്പ്ലനേഷൻസ് ഒന്നും തരുന്നില്ല. 1922 ഗയയിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനത്തിൽ കൗൺസിൽ പ്രവേശന അനുകൂല പ്രമേയം പരാജയപ്പെട്ടതിനെ തുടർന്ന് ഏത് പ്രമുഖ നേതാക്കളാണ് പിരിഞ്ഞ് സ്വരാജ് പാർട്ടി രൂപീകരിച്ചത്? ചിത്തരഞ്ജൻ ദാസും മോത്തിലാൽ നെഹ്റുവും. 1922 ഗയയിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനത്തിൽ കൗൺസിൽ പ്രവേശന അനുകൂല പ്രമേയം പരാജയപ്പെട്ടതിനെ തുടർന്ന് ചിത്തരഞ്ജൻ ദാസും മോത്തിലാൽ നെഹ്റുവും എന്നീ പ്രമുഖ നേതാക്കളാണ് പിരിഞ്ഞ് സ്വരാജ് പാർട്ടി രൂപീകരിച്ചത്. ലോർഡ് ഇർവിൻ്റെ പ്രഖ്യാപനത്തിന് മറുപടിയായി പുറത്തിറക്കിയ 1929 ചരിത്രപ്രസിദ്ധമായ ഡൽഹി മാനിഫെസ്റ്റോ വരാനിരുന്ന ഏത് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിനുള്ള വ്യവസ്ഥകൾ നിർദ്ദേശിച്ചു? 1. വട്ടമേശ സമ്മേളനം. ലോർഡ് ഇർവിൻ്റെ പ്രഖ്യാപനത്തിന് മറുപടിയായി പുറത്തിറക്കിയ 1929 ചരിത്രപ്രസിദ്ധമായ ഡൽഹി മാനിഫെസ്റ്റോ വരാനിരുന്ന ഏത് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിനുള്ള വ്യവസ്ഥകൾ നിർദ്ദേശിച്ചു? 1. വട്ടമേശ സമ്മേളനം. സൂര്യ സെന്നിൻ്റെ നേതൃത്വത്തിൽ 1930 ചിറ്റഗോംഗ് ആയുധപുരയിൽ നടന്ന ധീരമായ ആക്രമണത്തിന് ഉത്തരവാദിയായ വിപ്ലവ സംഘടന ഏതാണ്? ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി. സൂര്യ സെന്നിൻ്റെ നേതൃത്വത്തിൽ 1930 ചിറ്റഗോംഗ് ആയുധപുരയിൽ നടന്ന ധീരമായ ആക്രമണത്തിന് ഉത്തരവാദിയായ വിപ്ലവ സംഘടന ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി. 1927 ഏത് പ്രത്യേക പരിപാടിയിലാണ് മുസ്ലിം ലീഗ് മുസ്ലിങ്ങൾക്ക് സംവരണം ചെയ്ത സീറ്റുകളോടൊപ്പം സംയുക്ത നിയോജക മണ്ഡലങ്ങളും അംഗീകരിച്ചാൽ പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ ഉപേക്ഷിക്കാൻ നിർദ്ദേശിച്ചത്? ഡൽഹി നിർദ്ദേശങ്ങൾ. 1927 ഏത് പ്രത്യേക പരിപാടിയിലാണ് മുസ്ലിം ലീഗ് മുസ്ലിങ്ങൾക്ക് സംവരണം ചെയ്ത സീറ്റുകളോടൊപ്പം സംയുക്ത നിയോജക മണ്ഡലങ്ങളും അംഗീകരിച്ചാൽ പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ ഉപേക്ഷിക്കാൻ നിർദ്ദേശിച്ചത്? ഡൽഹി നിർദ്ദേശങ്ങൾ. ബോംബെയിലെ HMIS തൽവാറിൽ ചരിത്രപ്രസിദ്ധമായ റോയൽ ഇന്ത്യൻ നേവി കലാപം ആരംഭിച്ച കൃത്യമായ തീയതി ഏത്? 1946 ഫെബ്രുവരി 18. ബോംബെയിലെ HMIS തൽവാറിൽ ചരിത്രപ്രസിദ്ധമായ റോയൽ ഇന്ത്യൻ നേവി കലാപം ആരംഭിച്ച കൃത്യമായ തീയതി 1946 ഫെബ്രുവരി 18. 1942 ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനകാലത്ത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ സമാന്തര ഗവൺമെൻറ്റുകൾ, അതായത് പ്രതി സർക്കാർ സ്ഥാപിക്കപ്പെട്ടു. നാനാ പട്ടേലിൻ്റെ നേതൃത്വത്തിൽ ഏറ്റവും കൂടുതൽ കാലം നിലനിന്നതും ഏറ്റവും ഘടനാപരവുമായ സമാന്തര ഗവൺമെൻറ് ഏത് മേഖലയിലാണ് ഉണ്ടായത്? സതാര, ബോംബെ. 1942 ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനകാലത്ത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ സമാന്തര ഗവൺമെൻറ്റുകൾ സ്ഥാപിക്കപ്പെട്ടു. നാനാ പാട്ടീലിൻ്റെ നേതൃത്വത്തിൽ ഏറ്റവും കൂടുതൽ കാലം നിലനിന്നതും ഏറ്റവും ഘടനാപരവുമായ സമാന്തര ഗവൺമെൻറ് ഏത് മേഖലയിലാണ് ഉണ്ടായത്? സതാര, ബോംബെ. ലണ്ടനിൽ നടന്ന 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഇന്ത്യൻ വനിതാ പ്രതിനിധികളിൽ നിന്നുള്ള ഏക പ്രതിനിധി ആരായിരുന്നു? ബീഗം ജഹാനാര ഷാനവാസ്. ലണ്ടനിൽ നടന്ന 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഇന്ത്യൻ വനിതാ പ്രതിനിധികളിൽ നിന്നുള്ള ഏക പ്രതിനിധി ബീഗം ജഹാനാര ഷാനവാസ്. 1947 ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം നടപ്പിലാക്കിയപ്പോൾ ഏത് പ്രത്യേക പ്രദേശത്തിൻ്റെ ഭാവിയാണ് നിയമനിർമ്മാണത്തിലൂടെയോ നാട്ടുരാജ്യങ്ങളുടെ പ്രവേശനത്തിലൂടെയോ മാത്രമായിട്ടല്ല ബ്രിട്ടീഷ് ഭരണകൂടത്തിൻ്റെ മേൽനോട്ടത്തിൽ നടന്ന ഒരു പൊതു റഫറണ്ടത്തിലൂടെ വ്യക്തമായി തീരുമാനിച്ചത്?
സിൽഹെറ്റ്. 1947 ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം പാസാക്കിയപ്പോൾ ഏത് പ്രത്യേക പ്രദേശത്തിൻ്റെ ഭാവിയാണ് നിയമനിർമ്മാണത്തിലൂടെയോ നാട്ടുരാജ്യങ്ങളുടെ പ്രവേശനത്തിലൂടെയോ മാത്രമായിട്ടല്ല ബ്രിട്ടീഷ് ഭരണകൂടത്തിൻ്റെ മേൽനോട്ടത്തിൽ നടന്ന ഒരു പൊതു റഫറണ്ടത്തിലൂടെ വ്യക്തമായി തീരുമാനിച്ചത്? സിൽഹെറ്റ്. 1946 ഇടക്കാല സർക്കാരിൽ എക്സിക്യൂട്ടീവ് കൗൺസിലിൻ്റെ വൈസ് പ്രസിഡന്റായും വിദേശകാര്യ കോമൺവെൽത്ത് ബന്ധങ്ങളുടെ അംഗമായും സേവനമനുഷ്ഠിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റു. 1946 ഇടക്കാല സർക്കാരിൽ എക്സിക്യൂട്ടീവ് കൗൺസിലിൻ്റെ വൈസ് പ്രസിഡന്റായും വിദേശകാര്യ കോമൺവെൽത്ത് ബന്ധങ്ങളുടെ അംഗമായും സേവനമനുഷ്ഠിച്ചത് ജവഹർലാൽ നെഹ്റു. 1950 ജനുവരി 26 പുതിയ ഇന്ത്യൻ ഭരണഘടന പ്രാബല്യത്തിൽ വരുന്നത് വരെ ഏത് നിയമനിർമ്മാണ ചട്ടക്കൂടിന് കീഴിലാണ് സ്വതന്ത്ര ഇന്ത്യ ഭരിച്ചത്? 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്. 1950 ജനുവരി 26 പുതിയ ഇന്ത്യൻ ഭരണഘടന പ്രാബല്യത്തിൽ വരുന്നത് വരെ ഏത് നിയമനിർമ്മാണ ചട്ടക്കൂടിന് കീഴിലാണ് സ്വതന്ത്ര ഇന്ത്യ ഭരിച്ചത്? 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്. 1945-46 ഇന്ത്യൻ നാഷണൽ ആർമി INA ഓഫീസർമാരുടെ ചെങ്കോട്ട വിചാരണകളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിളിച്ചുകൂട്ടിയ പ്രതിരോധ പാനലിനെ നയിച്ചത് ആരാണ്? ഫൂലാഭായ് ദേശായി. 1945-46 ഇന്ത്യൻ നാഷണൽ ആർമി INA ഓഫീസർമാരുടെ ചെങ്കോട്ട വിചാരണകളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിളിച്ചുകൂട്ടിയ പ്രതിരോധ പാനലിനെ നയിച്ചത് ഫൂലാഭായ് ദേശായി. 1904 VD സവർക്കറും സഹോദരൻ ഗണേഷ് സവർക്കറും ചേർന്ന് ഒരു രഹസ്യ സമൂഹമായി സ്ഥാപിച്ച വിപ്ലവ സംഘടന ഏതാണ്? അഭിനവ് ഭാരത് സൊസൈറ്റി. 1904 VD സവർക്കറും സഹോദരൻ ഗണേഷ് സവർക്കറും ചേർന്ന് ഒരു രഹസ്യ സമൂഹമായി സ്ഥാപിച്ച വിപ്ലവ സംഘടന അഭിനവ് ഭാരത് സൊസൈറ്റി. ഇന്ത്യൻ പ്രവിശ്യകൾക്ക് സ്വതന്ത്രമായി ഒരു ഭരണഘടന രൂപീകരിക്കാനുള്ള അവകാശം വ്യക്തമായി അനുവദിച്ചു കൊടുത്തതും അതുവഴി സാധ്യമായ വിഭജനത്തിനുള്ള ഘടനാപരമായ അടിത്തറ പാകിയതും ഏത് നിർദ്ദിഷ്ട പദ്ധതിയിലൂടെയാണ്? 1942 ക്രിപ്സ് മിഷൻ. ഇന്ത്യൻ പ്രവിശ്യകൾക്ക് സ്വതന്ത്രമായി ഒരു ഭരണഘടന രൂപീകരിക്കാനുള്ള അവകാശം വ്യക്തമായി അനുവദിച്ചു കൊടുത്തതും അതുവഴി സാധ്യമായ വിഭജനത്തിനുള്ള ഘടനാപരമായ അടിത്തറ പാകിയതും 1942 ക്രിപ്സ് മിഷൻ നിർദ്ദിഷ്ട പദ്ധതിയിലൂടെയാണ്. 1942 ഓഗസ്റ്റിൽ ചരിത്രപ്രസിദ്ധമായ ക്വിറ്റ് ഇന്ത്യ പ്രമേയം അംഗീകരിച്ച നിർണായകമായ തുറന്ന സമ്മേളനത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആരായിരുന്നു? മൗലാന അബ്ദുൽ കലാം ആസാദ്. 1942 ഓഗസ്റ്റിൽ ചരിത്രപ്രസിദ്ധമായ ക്വിറ്റ് ഇന്ത്യ പ്രമേയം അംഗീകരിച്ച നിർണായകമായ തുറന്ന സമ്മേളനത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് മൗലാന അബ്ദുൽ കലാം ആസാദ്. ന്യൂഡൽഹിയിൽ നടന്ന അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി യോഗത്തിൽ ജൂൺ 3 ഇന്ത്യ വിഭജനത്തിനായുള്ള മൗണ്ട് ബാറ്റൺ പദ്ധതിക്കെതിരെ വോട്ട് ചെയ്ത ഏക പ്രമുഖ ഇന്ത്യൻ ദേശീയ നേതാവ് ആരാണ്? പുരുഷോത്തം ദാസ് ടണ്ടൻ. ന്യൂഡൽഹിയിൽ നടന്ന അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി യോഗത്തിൽ ജൂൺ 3 ഇന്ത്യ വിഭജനത്തിനായുള്ള മൗണ്ട് ബാറ്റൺ പദ്ധതിക്കെതിരെ വോട്ട് ചെയ്ത ഏക പ്രമുഖ ഇന്ത്യൻ ദേശീയ നേതാവ് പുരുഷോത്തം ദാസ് ടണ്ടൻ. 1942 ഓഗസ്റ്റിൽ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ബോംബെ സമ്മേളനത്തിൽ പാസാക്കിയ നിശ്ചയദാർഢ്യമുള്ള ക്വിറ്റ് ഇന്ത്യ പ്രമേയം ആരാണ് തയ്യാറാക്കിയത്? ജവഹർലാൽ നെഹ്റു. 1942 ഓഗസ്റ്റിൽ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ബോംബെ സമ്മേളനത്തിൽ പാസാക്കിയ നിശ്ചയദാർഢ്യമുള്ള ക്വിറ്റ് ഇന്ത്യ പ്രമേയം തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റുവാണ്. 1930-നും 1932-നും ഇടയിൽ ലണ്ടനിൽ നടന്ന 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഏക പ്രമുഖ ഇന്ത്യൻ നേതാവ് ആരാണ്? ഡോക്ടർ BR അംബേദ്കർ. 1930-നും 1932-നും ഇടയിൽ ലണ്ടനിൽ നടന്ന 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഏക പ്രമുഖ ഇന്ത്യൻ നേതാവ് ഡോക്ടർ BR അംബേദ്കർ. 1943 ഒക്ടോബറിൽ സുഭാഷ് ചന്ദ്രബോസ് പ്രഖ്യാപിച്ച സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ താൽക്കാലിക സർക്കാർ അർസി ഹുകൂമത്ത് ഇ ഹിന്ദിൻ്റെ ആസ്ഥാനം ഏത് നഗരത്തിലാണ്? സിംഗപ്പൂർ. 1943 ഒക്ടോബറിൽ സുഭാഷ് ചന്ദ്രബോസ് പ്രഖ്യാപിച്ച സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ താൽക്കാലിക സർക്കാരിൻ്റെ ആസ്ഥാനം ഏത് നഗരത്തിലാണ്? സിംഗപ്പൂർ. സുഭാഷ് ചന്ദ്രബോസ് പുനരുജ്ജീവിപ്പിച്ച് നയിക്കുന്നതിന് മുമ്പ് ആദ്യത്തെ ഇന്ത്യൻ നാഷണൽ ആർമി INA സ്ഥാപിച്ചത് ആരാണ്? ക്യാപ്റ്റൻ മോഹൻ സിംഗ്. സുഭാഷ് ചന്ദ്രബോസ് പുനരുജ്ജീവിപ്പിച്ച് നയിക്കുന്നതിന് മുമ്പ് ആദ്യത്തെ ഇന്ത്യൻ നാഷണൽ ആർമി സ്ഥാപിച്ചത് ക്യാപ്റ്റൻ മോഹൻ സിംഗ്.
പ്രസിദ്ധമായ ഡൽഹി ലാഹോർ ഗൂഢാലോചന വിചാരണ അല്ലെങ്കിൽ അസംബ്ലി ബോംബ് കേസിൽ ഭഗത് സിംഗ് ഏത് വിപ്ലവകാരിക്കൊപ്പമാണ് ഉൾപ്പെട്ടിരുന്നത്? ബടുകേശ്വർ ദത്ത്. പ്രസിദ്ധമായ ഡൽഹി ലാഹോർ ഗൂഢാലോചന വിചാരണ അല്ലെങ്കിൽ അസംബ്ലി ബോംബ് കേസിൽ ഭഗത് സിംഗ് ബടുകേശ്വർ ദത്ത് എന്ന വിപ്ലവകാരിയോടൊപ്പമാണ് ഉൾപ്പെട്ടിരുന്നത്. ബ്രിട്ടീഷ് ക്യാബിനറ്റ് മിഷനിലെ ഏത് അംഗമാണ് ബ്രിട്ടീഷ് ലേബർ പാർട്ടിയിൽ അംഗമല്ലാത്തത്? AV അലക്സാണ്ടർ. ബ്രിട്ടീഷ് ക്യാബിനറ്റ് മിഷനിലെ ഏതംഗമാണ് ബ്രിട്ടീഷ് ലേബർ പാർട്ടിയിൽ അംഗമല്ലാത്തത്? AV അലക്സാണ്ടർ. 1946 ഒക്ടോബറിൽ മുസ്ലിം ലീഗ് മന്ത്രിസഭയിൽ ചേർന്നപ്പോൾ ഇടക്കാല സർക്കാരിലെ ഏതംഗമാണ് ലീഗ് ഒരു ട്രോജൻ കുതിരയെപ്പോലെ പ്രവർത്തിച്ചു എന്ന് പ്രശസ്തമായി പരാമർശിച്ചുകൊണ്ട് രാജിവെച്ചത്? ശരത് ചന്ദ്ര ബോസ്. 1946 ഒക്ടോബറിൽ മുസ്ലിം ലീഗ് മന്ത്രിസഭയിൽ ചേർന്നപ്പോൾ ഇടക്കാല സർക്കാരിലെ ഏതംഗമാണ് ലീഗ് ഒരു ട്രോജൻ കുതിരയെപ്പോലെ പ്രവർത്തിച്ചു എന്ന് പ്രശസ്തമായി പരാമർശിച്ചുകൊണ്ട് രാജിവെച്ചത്? ശരത് ചന്ദ്ര ബോസ്. പുറത്താക്കൽ അല്ലെങ്കിൽ പിഴ ചുമത്തുമെന്ന ഭീഷണിയുടെ പേരിൽ വിദ്യാർത്ഥികൾ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നത് വിലക്കുന്ന 1930 കുപ്രസിദ്ധമായ കന്നിംഗ്ഹാം സർക്കുലർ പ്രധാനമായും ഏത് പ്രവിശ്യയിലാണ് നടപ്പിലാക്കിയത്? അസം. പുറത്താക്കൽ അല്ലെങ്കിൽ പിഴ ചുമത്തുമെന്ന ഭീഷണിയുടെ പേരിൽ വിദ്യാർത്ഥികൾ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്ന വിലക്കുന്ന 1930 കുപ്രസിദ്ധമായ കന്നിംഗ്ഹാം സർക്കുലർ പ്രധാനമായും അസം പ്രവിശ്യയിലാണ് നടപ്പിലാക്കിയത്. 1942 ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനകാലത്ത് വിവിധ പ്രദേശങ്ങൾ തദ്ദേശീയ സമാന്തര സർക്കാരുകൾ അതായത് പ്രതി സർക്കാരുകൾ സ്ഥാപിക്കപ്പെട്ടു. ഇതിൽ ന്യായാധൻ മണ്ഡൽ അതായത് ജനങ്ങളുടെ കോടതികൾ സ്ഥാപിച്ചതിന് പ്രശസ്തമായത് ഏത് സ്ഥലമാണ്? സത്താറ, മഹാരാഷ്ട്ര. 1942 ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനകാലത്ത് വിവിധ പ്രദേശങ്ങൾ തദ്ദേശീയ സമാന്തര സർക്കാരുകൾ സ്ഥാപിക്കപ്പെട്ടു. ഇതിൽ ന്യായാധൻ മണ്ഡൽ സ്ഥാപിച്ചതിന് പ്രശസ്തമായത് ഏത് സ്ഥലമാണ്? സത്താറ. 1946 ക്യാബിനറ്റ് മിഷൻ പ്രവിശ്യകളുടെ ഒരു ത്രിതല ഗ്രൂപ്പിംഗ് നിർദ്ദേശിച്ചു. ബംഗാളിനൊപ്പം അസമും ഉൾപ്പെട്ട ഗ്രൂപ്പ് ഏത്? ഗ്രൂപ്പ് സി. മുസ്ലിം ഭൂരിപക്ഷ വടക്ക് കിഴക്കൻ പ്രവിശ്യകൾ. 1947 ക്യാബിനറ്റ് മിഷൻ പ്രവിശ്യകളുടെ ഒരു ത്രിതല ഗ്രൂപ്പിംഗ് നിർദ്ദേശിച്ചു. ബംഗാളിനൊപ്പം അസമും ഉൾപ്പെട്ട ഗ്രൂപ്പ് സി. അയൽവാസികളെ അപേക്ഷിച്ച് നിസ്സഹകരണ പ്രസ്ഥാനം 1921-22 വലിയ തോതിൽ ബാധിക്കപ്പെടാത്ത ദക്ഷിണേന്ത്യൻ ഭാഷാ മേഖല ഏതാണ്? കർണാടക. അയൽവാസികളെ അപേക്ഷിച്ച് നിസ്സഹകരണ പ്രസ്ഥാനം വലിയ തോതിൽ ബാധിക്കപ്പെടാത്ത ദക്ഷിണേന്ത്യൻ ഭാഷാ മേഖല കർണാടക. രവീന്ദ്രനാഥ് ടാഗോർ ആദ്യമായി എഴുതിയപ്പോൾ പിന്നീട് ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമനയായി മാറിയ ആ രചനയുടെ യഥാർത്ഥ പേര് എന്തായിരുന്നു? ഭാരത് ഭാഗ്യ. രവീന്ദ്രനാഥ് ടാഗോർ ആദ്യമായി എഴുതിയപ്പോൾ പിന്നീട് ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമനയായി മാറിയ ആ രചനയുടെ യഥാർത്ഥ പേര് ഭാരത് ഭാഗ്യ. ഇന്ത്യൻ സ്വയംഭരണത്തിനായി ബ്രിട്ടീഷ് പാർലമെന്റിൽ ലോബി ചെയ്യുന്ന അല്ലെങ്കിൽ പ്രാഥമിക ഗ്രൂപ്പായി പ്രവർത്തിച്ച ഇംഗ്ലണ്ടിൽ ആസ്ഥാനമായുള്ള ഏത് സംഘടനയിലാണ് 1400-ലധികം സജീവ അംഗങ്ങൾ ഉണ്ടായിരുന്നത്? ഇന്ത്യ ലീഗ്. ഇന്ത്യൻ സ്വയംഭരണത്തിനായി ബ്രിട്ടീഷ് പാർലമെന്റിൽ ലോബി ചെയ്യുന്ന അല്ലെങ്കിൽ പ്രാഥമിക ഗ്രൂപ്പായി പ്രവർത്തിച്ച ഇംഗ്ലണ്ടിൽ ആസ്ഥാനമായുള്ള ഏത് സംഘടനയിലാണ് 1400-ലധികം സജീവ അംഗങ്ങൾ ഉണ്ടായിരുന്നത്? ഇന്ത്യ ലീഗ്. 1947 ഓഗസ്റ്റ് 15-ന് ഡൽഹിയിലെ ചെങ്കോട്ടയുടെ ഏത് പ്രത്യേക സ്ഥലത്താണ് പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ ദേശീയ പതാക ഉയർത്തിയത്? ലാഹോർ ഗേറ്റ്. 1947 ഓഗസ്റ്റ് 15-ന് ഡൽഹിയിലെ ചെങ്കോട്ടയുടെ ഏത് പ്രത്യേക സ്ഥലത്താണ് പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ ദേശീയ പതാക ഉയർത്തിയത്? ലാഹോർ ഗേറ്റ്. ഇന്ത്യൻ രാഷ്ട്രീയ തടവുകാർക്ക് തുല്യ പരിഗണന നൽകണമെന്ന് ആവശ്യപ്പെട്ട് 63 ദിവസത്തെ ചരിത്രപരമായ നിരാഹാര സമരത്തെ തുടർന്ന് ലാഹോർ ജയിലിൽ മരിച്ച വിപ്ലവകാരി ആരാണ്? ജതൻ ദാസ്. ഇന്ത്യൻ രാഷ്ട്രീയ തടവുകാർക്ക് തുല്യ പരിഗണന നൽകണമെന്നാവശ്യപ്പെട്ട് 63 ദിവസത്തെ ചരിത്രപരമായ നിരാഹാര സമരത്തെ തുടർന്ന് ലാഹോർ ജയിലിൽ മരിച്ച വിപ്ലവകാരി ജതൻ ദാസ്. 1942 ഓഗസ്റ്റ് 8-ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് INCയുടെ ഏത് പ്രത്യേക സമ്മേളനമാണ് ചരിത്രപ്രസിദ്ധമായ ക്വിറ്റ് ഇന്ത്യ പ്രമേയം ഔദ്യോഗികമായി അംഗീകരിച്ചത്? ബോംബെ സെക്ഷൻ, ഗോവാലിയ ടാങ്ക് മൈതാനത്ത്. 1942 ഓഗസ്റ്റ് 8-ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഏത് പ്രത്യേക സമ്മേളനമാണ് ചരിത്രപ്രസിദ്ധമായ ക്വിറ്റ് ഇന്ത്യ പ്രമേയം ഔദ്യോഗികമായി അംഗീകരിച്ചത്? ബോംബെ സെക്ഷൻ. 1931 ലണ്ടനിൽ നടന്ന രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഏക പ്രതിനിധി ആരായിരുന്നു? മഹാത്മാഗാന്ധി. 1931 ലണ്ടനിൽ നടന്ന രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഏക പ്രതിനിധി മഹാത്മാഗാന്ധി.
ബ്രിട്ടീഷ് പാർലമെന്റ് 1947 ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം പാസാക്കി. രാജകീയ അനുമതി ലഭിച്ചത് കൃത്യമായ ഏത് തീയതിയിലാണ്? 1947 ജൂലൈ 18. ബ്രിട്ടീഷ് പാർലമെന്റ് 1947 ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം പാസാക്കി. രാജകീയ അനുമതി ലഭിച്ചത് കൃത്യമായി 1947 ജൂലൈ 18 അടിച്ചമർത്തപ്പെട്ട വിഭാഗങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ അനുവദിച്ചുകൊണ്ട് 1932 വിവാദമായ കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആര്? റാംസെ മക്ഡൊണാൾഡ്. അടിച്ചമർത്തപ്പെട്ട വിഭാഗങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ അനുവദിച്ചുകൊണ്ട് 1932 വിവാദമായ കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി റാംസെ മക്ഡൊണാൾഡ്. 1921-22 നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ കൊടുമുടിയിൽ ദക്ഷിണേന്ത്യയിലെ ഏത് ഭാഷാ മേഖലയാണ് വൻതോതിൽ സ്വാധീനിക്കപ്പെടുന്നതോ പ്രതികരണമില്ലാത്തതോ ആയി നിലനിന്നത്? കർണാടക. 1921-22 നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ കൊടുമുടിയിൽ ദക്ഷിണേന്ത്യയിലെ ഏത് ഭാഷാ മേഖലയാണ് വൻതോതിൽ സ്വാധീനിക്കപ്പെടാത്തതോ പ്രതികരണമില്ലാത്തതോ ആയി നിലനിന്നത്? കർണാടക. 1946 ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തിയ നിർണായക പരിവർത്തന വർഷത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായി സേവനമനുഷ്ഠിച്ചത് ആരാണ്? JB കൃപലാനി. 1946 ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തിയ നിർണായക പരിവർത്തന വർഷത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായി സേവനമനുഷ്ഠിച്ചത് JB കൃപലാനി. 1947 ഓഗസ്റ്റ് 15 മുതൽ ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും റിപ്പബ്ലിക്കൻ ഭരണഘടനകൾ അംഗീകരിക്കുന്നതുവരെ ഭരണത്തിന് നിയമപരമായ ചട്ടക്കൂടായി പ്രവർത്തിച്ചത് ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ ഏത് പ്രത്യേക നിയമമാണ്? 1935 ഇന്ത്യ ഗവൺമെന്റ് ആക്ട്. 1947 ഓഗസ്റ്റ് 15 മുതൽ ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും റിപ്പബ്ലിക്കൻ ഭരണഘടനകൾ അംഗീകരിക്കുന്നതുവരെ ഭരണത്തിന് നിയമപരമായ ചട്ടക്കൂടായി പ്രവർത്തിച്ചത് ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ ഏത് പ്രത്യേക നിയമമാണ്? 1935 ഇന്ത്യ ഗവൺമെന്റ് ആക്ട്. 1947 ഓഗസ്റ്റ് 14-15 തീയതികളിലെ കൃത്യമായ അർദ്ധരാത്രിയിൽ അധികാര കൈമാറ്റം നടന്നപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആരായിരുന്നു? JB കൃപലാനി. 1947 ഓഗസ്റ്റ് 14-15 തീയതികളിലെ കൃത്യമായ അർദ്ധരാത്രിയിൽ അധികാര കൈമാറ്റം നടന്നപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആരായിരുന്നു? JB കൃപലാനി. 1948 സെപ്റ്റംബർ നടപ്പിലാക്കിയ ഓപ്പറേഷൻ പോളോ ഏതു നാട്ടുരാജ്യത്തെ ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ നിർബന്ധിതരാക്കിയ പോലീസ് അല്ലെങ്കിൽ സൈനിക നടപടിയുടെ രഹസ്യനാമമായിരുന്നു? ഹൈദരാബാദ്. 1948 സെപ്റ്റംബർ നടപ്പിലാക്കിയ ഓപ്പറേഷൻ പോളോ ഹൈദരാബാദ് എന്ന നാട്ടുരാജ്യത്തെ ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ നിർബന്ധിതരാക്കിയ പോലീസ് അല്ലെങ്കിൽ സൈനിക നടപടിയുടെ രഹസ്യനാമമായിരുന്നു. 1931 മൗലിക അവകാശങ്ങളെയും ദേശീയ സാമ്പത്തിക പരിപാടിയെയും കുറിച്ചുള്ള ചരിത്രപരമായ പ്രമേയം പാസാക്കിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കറാച്ചി സമ്മേളനത്തിൽ അധ്യക്ഷനായി സേവനമനുഷ്ഠിച്ചത് ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. 1931 മൗലികാവകാശങ്ങളെയും ദേശീയ സാമ്പത്തിക പരിപാടിയെയും കുറിച്ചുള്ള ചരിത്രപരമായ പ്രമേയം പാസാക്കിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കറാച്ചി സമ്മേളനത്തിൽ അധ്യക്ഷനായി സേവനമനുഷ്ഠിച്ചത് സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യയെയും പാകിസ്ഥാനെയും വേർതിരിക്കുന്ന പ്രശസ്തമായ റാഡ്ക്ലിഫ് രേഖ ഔദ്യോഗികമായി വരച്ച് പ്രസിദ്ധീകരിച്ചത് ഏത് തീയതിയിലാണ്? 1947 ഓഗസ്റ്റ് 17. ഇന്ത്യയും പാകിസ്ഥാനെയും വേർതിരിക്കുന്ന പ്രശസ്തമായ റാഡ്ക്ലിഫ് രേഖ ഔദ്യോഗികമായി വരച്ച് പ്രസിദ്ധീകരിച്ചത് 1947 ഓഗസ്റ്റ് 17. 1946 ഡിസംബർ 13 ഭരണഘടനാ അസംബ്ലിയിൽ ചരിത്രപരമായ ലക്ഷ്യപ്രമേയം ഔപചാരികമായി അവതരിപ്പിച്ച പ്രമുഖ നേതാവ് ആരാണ്? ജവഹർലാൽ നെഹ്റു. 1946 ഡിസംബർ 13 ഭരണഘടനാ അസംബ്ലിയിൽ ചരിത്രപരമായ ലക്ഷ്യപ്രമേയം ഔപചാരികമായി അവതരിപ്പിച്ച പ്രമുഖ നേതാവ് ജവഹർലാൽ നെഹ്റു. ക്രിപ്സ് മിഷൻ ഇന്ത്യക്ക് ഡൊമിനിയൻ സ്റ്റാറ്റസും യുദ്ധാനന്തര ഭരണഘടനാ അസംബ്ലിയും വാഗ്ദാനം ചെയ്തു. ഇതിനെ മഹാത്മാഗാന്ധി പ്രശസ്തമായി വിശേഷിപ്പിച്ചത് എങ്ങനെയാണ്? തകർച്ചയിലായിരിക്കുന്ന ഒരു ബാങ്കിന്റെ പോസ്റ്റ് ഡേറ്റഡ് ചെക്ക്. ക്രിപ്സ് മിഷൻ ഇന്ത്യക്ക് ഡൊമിനിയൻ സ്റ്റാറ്റസും യുദ്ധാനന്തര ഭരണഘടനാ അസംബ്ലിയും വാഗ്ദാനം ചെയ്തു. ഇതിനെ മഹാത്മാഗാന്ധി പ്രശസ്തമായി വിശേഷിപ്പിച്ചത് തകർച്ചയിലായിരിക്കുന്ന ഒരു ബാങ്കിന്റെ പോസ്റ്റ് ഡേറ്റഡ് ചെക്ക്. 1937 പ്രവിശ്യ തെരഞ്ഞെടുപ്പിൽ 11 പ്രവിശ്യകൾ എത്ര എണ്ണത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് INC കേവല ഭൂരിപക്ഷം നേടി? 7 പ്രവിശ്യകൾ. 1937 പ്രവിശ്യ തെരഞ്ഞെടുപ്പിൽ 11 പ്രവിശ്യകൾ 7 പ്രവിശ്യകൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കേവല ഭൂരിപക്ഷം നേടി. ഇന്ത്യയുടെ സ്വന്തം ഭരണഘടന രൂപപ്പെടുത്താനുള്ള അവകാശത്തെ വ്യക്തമായി അംഗീകരിച്ച ഓഗസ്റ്റ് ഓഫർ 1940 ഏത് വൈസ്രോയുടെ ഭരണകാലത്താണ് ആദ്യമായി നിലവിൽ വന്നത്? ലിൻ ലിത്ഗോ പ്രഭു.
ഇന്ത്യയുടെ സ്വന്തം ഭരണഘടന രൂപപ്പെടുത്താനുള്ള അവകാശത്തെ വ്യക്തമായി അംഗീകരിച്ച ഓഗസ്റ്റ് ഓഫർ 1940 ഏത് വൈസ്രോയുടെ ഭരണകാലത്താണ് ആദ്യമായി നിലവിൽ വന്നത്? ലിൻ ലിത്ഗോ പ്രഭു. 1921 ഇന്ത്യൻ ദേശീയ പതാകയുടെ ആദ്യകാല രൂപകൽപ്പന സൃഷ്ടിച്ച് മഹാത്മാഗാന്ധിക്ക് സമ്മാനിച്ചത് ആരാണ്? പിംഗലി വെങ്കയ്യ. 1921 ഇന്ത്യൻ ദേശീയ പതാകയുടെ ആദ്യകാല രൂപകൽപ്പന സൃഷ്ടിച്ച് മഹാത്മാഗാന്ധിക്ക് സമ്മാനിച്ചത് പിംഗലി വെങ്കയ്യ. പശ്ചിമ ബംഗാളിൻ്റെയും കിഴക്കൻ ബംഗാളിൻ്റെ അതിർത്തികൾ വരയ്ക്കാൻ ചുമതലപ്പെടുത്തിയ റാഡ്ക്ലിഫ് അതിർത്തി കമ്മീഷനിലെ ഏക ഇന്ത്യൻ അംഗം ആരാണ്? ഒറ്റ അംഗമല്ലായിരുന്നു. ജസ്റ്റിസുമാരായ C ബിശ്വാസ്, B മുഖർജി, അബു സാലിഹ് മുഹമ്മദ് അക്രം, SA റഹ്മാൻ തുടങ്ങിയ നിരവധി ഹിന്ദു മുസ്ലിം സഹ അംഗങ്ങളെ നിയമിച്ചു. പശ്ചിമ ബംഗാളിൻ്റെയും കിഴക്കൻ ബംഗാളിൻ്റെ അതിർത്തികൾ വരയ്ക്കാൻ ചുമതലപ്പെടുത്തിയ റാഡ്ക്ലിഫ് അതിർത്തി കമ്മീഷനിലെ ഏക ഇന്ത്യൻ അംഗം ആരാണ്? ഒറ്റമംഗം അല്ലായിരുന്നു. 1947 ഓഗസ്റ്റ് 14-15 തീയതികൾ നടന്ന ഭരണഘടനാ അസംബ്ലിയുടെ ചരിത്രപ്രധാനമായ അർദ്ധരാത്രി സമ്മേളനത്തിൽ ജവഹർലാൽ നെഹ്റുവിൻ്റെ പ്രസിദ്ധമായ ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനി പ്രസംഗത്തിന് തൊട്ടു പിന്നാലെ ആലപിക്കപ്പെട്ട ഗാനം ഏതാണ്? വന്ദേ മാതരം. 1947 ഓഗസ്റ്റ് 14-15 തീയതികൾ നടന്ന ഭരണഘടനാ അസംബ്ലിയുടെ ചരിത്രപ്രധാനമായ അർദ്ധരാത്രി സമ്മേളനത്തിൽ ജവഹർലാൽ നെഹ്റുവിൻ്റെ പ്രശസ്തമായ ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനി പ്രസംഗത്തിന് തൊട്ടു പിന്നാലെ ആലപിക്കപ്പെട്ട ഗാനം വന്ദേ മാതരം. 1935 ഇന്ത്യ ഗവൺമെൻറ് ആക്ടിലെ ഏത് പ്രത്യേക വ്യവസ്ഥയാണ് ആ നിയമത്തിൻ്റെ മറ്റു ഭാഗങ്ങൾ പ്രാബല്യത്തിൽ വന്നിട്ടും ഒരിക്കലും നടപ്പിലാക്കാതിരുന്നത്? അഖിലേന്ത്യാ ഫെഡറേഷൻ. 1935 ഇന്ത്യ ഗവൺമെൻറ് ആക്ടിലെ ഏത് പ്രത്യേക വ്യവസ്ഥയാണ് ആ നിയമത്തിൻ്റെ മറ്റു ഭാഗങ്ങൾ പ്രാബല്യത്തിൽ വന്നിട്ടും ഒരിക്കലും നടപ്പിലാകാതിരുന്നത്? അഖിലേന്ത്യാ ഫെഡറേഷൻ. 1940 ആരംഭിച്ച വ്യക്തിഗത സത്യാഗ്രഹ സമയത്ത് ആചാര്യ വിനോബ ഭാവയ്ക്ക് ശേഷം മഹാത്മാഗാന്ധി ആരെയാണ് രണ്ടാമത്തെ വ്യക്തി സത്യാഗ്രഹിയായി തിരഞ്ഞെടുത്തത്? ജവഹർലാൽ നെഹ്റു. 1940 ആരംഭിച്ച വ്യക്തിഗത സത്യാഗ്രഹ സമയത്ത് ആചാര്യ വിനോബ ഭാവയ്ക്ക് ശേഷം മഹാത്മാഗാന്ധി ജവഹർലാൽ നെഹ്റുവിനെയാണ് രണ്ടാമത്തെ വ്യക്തി സത്യാഗ്രഹിയായി തിരഞ്ഞെടുത്തത്. തുങ്കു അല്ലെങ്കിൽ റാഡ്ക്ലിഫ് അവാർഡ് അതിർത്തി രേഖകൾ നിശ്ചയിച്ചു. എന്നാൽ ഏത് നാട്ടുരാജ്യത്തിൻ്റെ പ്രവേശനത്തിൽ സ്റ്റാൻഡിംഗ് കരാറിനും ഓപ്പറേഷൻ പോളോയ്ക്കും മുമ്പ് ഒരു ഹിതപരിശോധന ഉണ്ടായിരുന്നു? ജുനാഗഡ്. തുങ്കു അല്ലെങ്കിൽ റാഡ്ക്ലിഫ് അവാർഡ് അതിർത്തി രേഖകൾ നിശ്ചയിച്ചു. എന്നാൽ ഏത് നാട്ടുരാജ്യത്തിൻ്റെ പ്രവേശനത്തിൽ സ്റ്റാൻഡിംഗ് കരാറും ഓപ്പറേഷൻ പോളോയ്ക്കും മുമ്പ് ഒരു ഹിതപരിശോധനയുണ്ടായിരുന്നു? ജുനാഗഡ്. 1947 ശേഷം ഭരണത്തിനുള്ള നിയമപരമായ അടിസ്ഥാനമായി തുടർന്ന 1935 ഇന്ത്യ ഗവൺമെൻറ് ആക്ടിലെ ഏത് പ്രത്യേക വ്യവസ്ഥയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും മുസ്ലിം ലീഗും രൂക്ഷമായി വിമർശിച്ചത്? നാട്ടുരാജ്യങ്ങളുടെ പ്രവേശനത്തെ ആശ്രയിച്ചുള്ള ഒരു നിർബന്ധിത ഫെഡറൽ പദ്ധതി ഉൾപ്പെടുത്തൽ. 1947 ശേഷം ഭരണത്തിനുള്ള നിയമപരമായ അടിസ്ഥാനമായി തുടർന്ന 1935 ഇന്ത്യ ഗവൺമെൻറ് ആക്ടിലെ ഏത് പ്രത്യേക വ്യവസ്ഥയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും മുസ്ലിം ലീഗും രൂക്ഷമായി വിമർശിച്ചത്? നാട്ടുരാജ്യങ്ങളെ പ്രവേശനത്തെ ആശ്രയിച്ചുള്ള ഒരു നിർബന്ധിത ഫെഡറൽ പദ്ധതി ഉൾപ്പെടുത്തൽ. സ്വാതന്ത്ര്യത്തിന് തൊട്ടു മുമ്പ് 1946 മീററ്റിൽ നടന്ന INCയുടെ നിർണായക സമ്മേളനത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആരായിരുന്നു? JB കൃപലാനി. സ്വാതന്ത്ര്യത്തിന് തൊട്ടു മുമ്പ് 1946 മീററ്റിൽ നടന്ന INCയുടെ നിർണായക സമ്മേളനത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് JB കൃപലാനി. 1907 ഇന്റർനാഷണൽ സോഷ്യലിസ്റ്റ് കോൺഗ്രസിൽ മാഡം ഫിക്കാജി കാമ ഇന്ത്യൻ പതാകയുടെ ആദ്യകാല പതിപ്പ് ഉയർത്തി. ഈ ചരിത്ര സംഭവം ഏത് നഗരത്തിലാണ് നടന്നത്? സ്റ്റുട്ട്ഗാർട്ട്, ജർമ്മനി. 1907 ഇന്റർനാഷണൽ സോഷ്യലിസ്റ്റ് കോൺഗ്രസിൽ മാഡം ഫിക്കാജി കാമ ഇന്ത്യൻ പതാകയുടെ ആദ്യകാല പതിപ്പ് ഉയർത്തി. ഈ ചരിത്ര സംഭവം നടന്നത് സ്റ്റുട്ട്ഗാർട്ട്, ജർമ്മനിയിലാണ്. സാൻ ഫ്രാൻസിസ്കോയിലെ വുഡ് സൈഡ് ആസ്ഥാനമായി ലാലാ ഹർദയാൽ, താരക്നാഥ് ദാസ്, സോഹൻ സിംഗ് ഫക്ന എന്നിവർ 1913 സ്ഥാപിച്ച വിപ്ലവ സംഘടന ഏത്? ഗദർ പാർട്ടി. സാൻ ഫ്രാൻസിസ്കോയിലെ വുഡ് സൈഡ് ആസ്ഥാനമായി ലാലാ ഹർദയാൽ, താരക്നാഥ് ദാസ്, സോഹൻ സിംഗ് ഫക്ന എന്നിവർ 1913 സ്ഥാപിച്ച വിപ്ലവ സംഘടന ഗദർ പാർട്ടി. 1947 ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമത്തിന് നേരിട്ടുള്ള നിയമപരവും രാഷ്ട്രീയവുമായ അടിത്തറയായി വർദ്ധിച്ച നിർദ്ദിഷ്ട നിർദ്ദേശം അല്ലെങ്കിൽ പദ്ധതി ഏതാണ്? മൗണ്ട് ബാറ്റൺ പദ്ധതി അല്ലെങ്കിൽ ജൂൺ 3 പദ്ധതി.
1947 ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമത്തിന് നേരിട്ടുള്ള നിയമപരവും രാഷ്ട്രീയവുമായ അടിത്തറയായി വർദ്ധിച്ച നിർദ്ദിഷ്ട നിർദ്ദേശം അല്ലെങ്കിൽ പദ്ധതി മൗണ്ട് ബാറ്റൺ പദ്ധതി അല്ലെങ്കിൽ ജൂൺ 3 പദ്ധതി. ബംഗാളിനും പഞ്ചാബിനും വേണ്ടിയുള്ള റാഡ്ക്ലിഫ് രേഖയുടെ അതിർത്തി നിർണ്ണയിക്കാൻ ചുമതലപ്പെടുത്തിയ അതിർത്തി കമ്മീഷനുകളുടെ നിയമപരമായ ചെയർമാനും തലവനുമായി സേവനമനുഷ്ഠിച്ചത് ആരാണ്? സർ സിറിൽ റാഡ്ക്ലിഫ്. ബംഗാളിനും പഞ്ചാബിനും വേണ്ടിയുള്ള റാഡ്ക്ലിഫ് രേഖയുടെ അതിർത്തി നിർണ്ണയിക്കാൻ ചുമതലപ്പെടുത്തിയ അതിർത്തി കമ്മീഷനുകളുടെ നിയമപരമായ ചെയർമാനും തലവനുമായി സേവനമനുഷ്ഠിച്ചത് സർ സിറിൽ റാഡ്ക്ലിഫ്. 19-ാം നൂറ്റാണ്ടിലെ ആധുനിക ഇന്ത്യയുടെ രൂപീകരണ ബൗദ്ധിക ഘട്ടത്തിൽ റാഡിക്കൽ യങ് ബംഗാൾ പ്രസ്ഥാനത്തെ പ്രചോദിപ്പിച്ചതും നയിച്ചതും ആരാണ്? ഹെൻറി വിവിയൻ ഡെറോസിയോ. 19-ാം നൂറ്റാണ്ടിലെ ആധുനിക ഇന്ത്യയുടെ രൂപീകരണ ബൗദ്ധിക ഘട്ടത്തിൽ റാഡിക്കൽ യങ് ബംഗാൾ പ്രസ്ഥാനത്തെ പ്രചോദിപ്പിച്ചതും നയിച്ചതും ഹെൻറി വിവിയൻ ഡെറോസിയോ. 1947 ജൂലൈ 8 ഇന്ത്യയിലെത്തിയപ്പോൾ അതിർത്തി കമ്മീഷനുകളുടെ ചെയർമാൻ സർ സിറിൽ റാഡ്ക്ലിഫിന് നൽകിയ പ്രാഥമിക അധികാരവും ഘടനാ നിയന്ത്രണവും എന്തായിരുന്നു? മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങൾ അല്ലെങ്കിൽ മുസ്ലിം ഇതര പ്രദേശങ്ങൾ അടിസ്ഥാനമാക്കി പഞ്ചാബിനെയും ബംഗാളിനെയും വിഭജിക്കുക. അത് പൂർത്തിയാക്കാൻ വെറും 5 ആഴ്ചകൾ മാത്രം. 1947 ജൂലൈ 8 ഇന്ത്യയിലെത്തിയപ്പോൾ അതിർത്തി കമ്മീഷനുകളുടെ ചെയർമാൻ സർ സിറിൽ റാഡ്ക്ലിഫിന് നൽകിയ പ്രാഥമിക അധികാരവും ഘടനാ നിയന്ത്രണവും എന്തായിരുന്നു? മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങൾ മുസ്ലിം ഇതര പ്രദേശങ്ങൾ അടിസ്ഥാനമാക്കി പഞ്ചാബിനെയും ബംഗാളിനെയും വിഭജിക്കുക. അത് പൂർത്തിയാക്കാൻ വെറും 5 ആഴ്ചകൾ മാത്രം. 1947 ചരിത്രപ്രസിദ്ധമായ നോർത്ത് വെസ്റ്റ് ഫോർഡ്രിയർ പ്രവിശ്യ NWFP റഫറണ്ടത്തിൽ ഖാൻ അബ്ദുൽ ഗാഫർ ഖാന്റെ നേതൃത്വത്തിലുള്ള ഖുദായ് ഖിദ്മത്ത് ഗാർഡ്സ് റെഡ് ഷർട്ടുകൾ ഏത് വിവാദപരമായ നിലപാടാണ് സ്വീകരിച്ചത്? പരമാധികാരമുള്ളതും സ്വതന്ത്രവുമായ പഷ്തൂൺ ബദൽ തിരഞ്ഞെടുക്കാനുള്ള അവസരം ബ്രിട്ടീഷ് ഭരണകൂടം ഒഴിവാക്കിയതിനാൽ അവർ റഫറണ്ടം ബഹിഷ്കരിച്ചു. 1947 ചരിത്രപ്രസിദ്ധമായ നോർത്ത് വെസ്റ്റ് ഫോർഡ്രിയർ പ്രവിശ്യ NWFP റഫറണ്ടത്തിൽ ഖാൻ അബ്ദുൽ ഗാഫർ ഖാന്റെ നേതൃത്വത്തിലുള്ള ഖുദായ് ഖിദ്മത്ത് ഗാർഡ്സ് റെഡ് ഷർട്ടുകൾ ഏത് വിവാദപരമായ നിലപാടാണ് സ്വീകരിച്ചത്? പരമാധികാരമുള്ളതും സ്വതന്ത്രവുമായ പഷ്തൂൺ ബദൽ തിരഞ്ഞെടുക്കാനുള്ള അവസരം ബ്രിട്ടീഷ് ഭരണകൂടം ഒഴിവാക്കിയതിനാൽ അവർ റഫറണ്ടം ബഹിഷ്കരിച്ചു. കാലാപാനി എന്നറിയപ്പെടുന്ന ജയിൽ എവിടെയാണ്? ആൻഡമാൻ നിക്കോബാർ ദ്വീപിൽ. കാലാപാനി എന്നറിയപ്പെടുന്ന ജയിൽ ആൻഡമാൻ നിക്കോബാർ ദ്വീപിലാണ്. ഒരു ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് നെഹ്റു വിശേഷിപ്പിച്ചത് ആരെ? ഝാൻസി റാണിയെ. ഒരു ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദുവെന്ന് നെഹ്റു വിശേഷിപ്പിച്ചത് ഝാൻസി റാണിയെ. ഏറ്റവും കൂടുതൽ തവണ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായ വ്യക്തിയാര്? മൗലാന അബ്ദുൽ കലാം ആസാദ്. ഏറ്റവും കൂടുതൽ തവണ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായ വ്യക്തി മൗലാന അബ്ദുൽ കലാം ആസാദ്. ഗാന്ധിജിയുടെ ആദ്യ നിരാഹാര സമരം ഏത്? അഹമ്മദാബാദ് മിൽ സമരം. ഗാന്ധിജിയുടെ ആദ്യ നിരാഹാര സമരം അഹമ്മദാബാദ് മിൽ സമരം. ഡൽഹിക്ക് മുമ്പ് ഇന്ത്യയുടെ തലസ്ഥാനം എവിടെയായിരുന്നു? കൊൽക്കത്ത. ഡൽഹിക്ക് മുമ്പ് ഇന്ത്യയുടെ തലസ്ഥാനം കൊൽക്കത്ത. പഠിക്കൂ പോരാടൂ സംഘടിക്കൂ ആരുടെ ഉദ്ബോധനം ആണിത്? BR അംബേദ്കർ. പഠിക്കൂ പോരാടൂ സംഘടിക്കൂ ഇത് ആരുടെ ഉദ്ബോധനം? BR അംബേദ്കർ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ വനിതാ രക്തസാക്ഷി ആര്? പ്രീതി ലത വഡേദാർ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ വനിതാ രക്തസാക്ഷി പ്രീതി ലത വഡേദാർ. ഗാന്ധിജി അവതരിപ്പിച്ച വിദ്യാഭ്യാസ പദ്ധതിയുടെ പേര് എന്തായിരുന്നു? വാർധാ പദ്ധതി. ഗാന്ധിജി അവതരിപ്പിച്ച വിദ്യാഭ്യാസ പദ്ധതിയുടെ പേര് വാർധാ പദ്ധതി. ആരുടെ മരണത്തിൽ ദുഃഖം പ്രകടിപ്പിച്ചാണ് UNO ആദ്യമായി ദുഃഖസൂചകമായി പതാക താഴ്ത്തിക്കെട്ടിയത്? ഗാന്ധിജി. ആരുടെ മരണത്തിൽ ദുഃഖം പ്രകടിപ്പിച്ചാണ് UNO ആദ്യമായി ദുഃഖസൂചകമായി പതാക താഴ്ത്തിക്കെട്ടിയത്? ഗാന്ധിജി. ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിളിച്ചത് ആര്? രവീന്ദ്രനാഥ് ടാഗോർ. ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിളിച്ചത് രവീന്ദ്രനാഥ് ടാഗോർ. പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് ആര്? സർദാർ KM പണിക്കർ. പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് സർദാർ KM പണിക്കർ. കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹ ഗാനം ഏത്? വരിക വരിക സഹചരേ. കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹ ഗാനം വരിക വരിക സഹചരേ. സമ്പൂർണ്ണ വിപ്ലവത്തിന്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് ആര്? ജയപ്രകാശ് നാരായണൻ. സമ്പൂർണ്ണ വിപ്ലവത്തിന്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് ജയപ്രകാശ് നാരായണൻ. ഗാന്ധിജിയുടെ ഇടപെടലിലൂടെ വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ട കേരളീയൻ ആര്? KPR ഗോപാലൻ. ഗാന്ധിജിയുടെ ഇടപെടലിലൂടെ വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ട കേരളീയൻ KPR ഗോപാലൻ.
കമ്മണൽ അവാർഡ് പ്രഖ്യാപിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു? റാംസെ മക്ഡൊണാൾഡ്. കമ്മണൽ അവാർഡ് പ്രഖ്യാപിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി റാംസെ മക്ഡൊണാൾഡ്. വന്ദേ മാതരം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആര്? അരബിന്ദ ഘോഷ്. വന്ദേ മാതരം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് അരബിന്ദ ഘോഷ്. ഏത് സ്വാതന്ത്ര്യ സമര സേനാനിയുടെ നിരോധനത്തെക്കുറിച്ച് അന്വേഷിക്കാനാണ് മുഖർജി കമ്മീഷനെ നിയോഗിച്ചത്? സുഭാഷ് ചന്ദ്രബോസ്. ഏത് സ്വാതന്ത്ര്യ സമര സേനാനിയുടെ തിരോധാനത്തെക്കുറിച്ച് അന്വേഷിക്കാനാണ് മുഖർജി കമ്മീഷനെ നിയോഗിച്ചത്? സുഭാഷ് ചന്ദ്രബോസ്. ഇന്ത്യ ഗേറ്റ് നിർമ്മിച്ചത് ആരുടെ സ്മരണയ്ക്കായി? ഒന്നാം ലോക മഹായുദ്ധത്തിൽ മരണപ്പെട്ട പട്ടാളക്കാരുടെ ഓർമ്മയ്ക്കായി. ഇന്ത്യ ഗേറ്റ് നിർമ്മിച്ചത് ഒന്നാം ലോക മഹായുദ്ധത്തിൽ മരണപ്പെട്ട പട്ടാളക്കാരുടെ ഓർമ്മയ്ക്കായി. ഓഗസ്റ്റ് 15 ജന്മദിനമായ സ്വാതന്ത്ര്യ സമര സേനാനി ആര്? അരബിന്ദ ഘോഷ്. ഓഗസ്റ്റ് 15 ജന്മദിനമായ സ്വാതന്ത്ര്യ സമര സേനാനി അരബിന്ദ ഘോഷ്. ആധുനിക ഇന്ത്യയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഡൽഹൌസി പ്രഭു. ആധുനിക ഇന്ത്യയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡൽഹൌസി പ്രഭു. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ കോൺഗ്രസ് പ്രസിഡന്റ് ആര്? മഹാത്മാഗാന്ധി. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ കോൺഗ്രസ് പ്രസിഡന്റ് മഹാത്മാഗാന്ധി. ദി ഇന്ത്യൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന പുസ്തകം ആരുടേതാണ്? വി ഡി സവർക്കർ. ദി ഇന്ത്യൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന പുസ്തകം ആരുടേത്? വി ഡി സവർക്കർ. ഗാന്ധിജിയെ ആദ്യമായി രാഷ്ട്രപിതാവ് എന്ന് വിളിച്ചതാര്? സുഭാഷ് ചന്ദ്രബോസ്. ഗാന്ധിജി ആദ്യമായി രാഷ്ട്രപിതാവ് എന്ന് വിളിച്ചത് സുഭാഷ് ചന്ദ്രബോസ്. 1934 ജനുവരി 11 കോഴിക്കോട് ടൗൺ ഹാളിൽ ആരുടെ ചിത്രമാണ് ഗാന്ധിജി അനാച്ഛാദനം ചെയ്തത്? കെ മാധവൻ നായർ. 1934 ജനുവരി 11 കോഴിക്കോട് ടൗൺ ഹാളിൽ ആരുടെ ചിത്രമാണ് ഗാന്ധിജി അനാച്ഛാദനം ചെയ്തത്? കെ മാധവൻ നായർ. തിരഞ്ഞെടുപ്പിലൂടെ ആദ്യമായി കോൺഗ്രസ് പ്രസിഡന്റായ വ്യക്തി ആര്? സുഭാഷ് ചന്ദ്രബോസ്. തിരഞ്ഞെടുപ്പിലൂടെ ആദ്യമായി കോൺഗ്രസ് പ്രസിഡന്റായ വ്യക്തി സുഭാഷ് ചന്ദ്രബോസ്. ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ഏത് സംഭവത്തെയാണ്? ക്ഷേത്രപ്രവേശന വിളംബരം. ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ക്ഷേത്രപ്രവേശന വിളംബരത്തെ. സതി നിറത്തിലാക്കിയ ബ്രിട്ടീഷ് ഗവർണർ ആര്? വില്യം ബെൻഡിക്ട് പ്രഭു. സതി നിറത്തിലാക്കിയ ബ്രിട്ടീഷ് ഗവർണർ വില്യം ബെൻഡിക്ട് പ്രഭു. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് പ്രസിദ്ധമായ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന ആഹ്വാനം നടത്തിയ നേതാവ് ആര്? മഹാത്മാഗാന്ധി. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് പ്രസിദ്ധമായ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന ആഹ്വാനം നടത്തിയ നേതാവ് മഹാത്മാഗാന്ധി. ഏത് നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ബ്രിട്ടീഷ് പാർലമെന്റിൽ 1947 ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം പാസാക്കിയത്? മൗണ്ട് ബാറ്റൺ പദ്ധതി. ഏത് നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ബ്രിട്ടീഷ് പാർലമെന്റ് 1947 ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം പാസാക്കിയത്? മൗണ്ട് ബാറ്റൺ പദ്ധതി. ബ്രിട്ടീഷ് ഭരണകൂടത്തെ പിടിച്ചു കുലുക്കുകയും അധികാര കൈമാറ്റം വേഗത്തിലാക്കുകയും ചെയ്ത റോയൽ ഇന്ത്യൻ നേവി RIN കലാപം പൊട്ടിപ്പുറപ്പെട്ടത് ഏത് വർഷത്തിലാണ്? 1946. ബ്രിട്ടീഷ് ഭരണകൂടത്തെ പിടിച്ചു കുലുക്കുകയും അധികാര കൈമാറ്റം വേഗത്തിലാക്കുകയും ചെയ്ത റോയൽ ഇന്ത്യൻ നേവി RIN കലാപം പൊട്ടിപ്പുറപ്പെട്ടത് ഏത് വർഷത്തിൽ? 1946. ഇന്ത്യയുടെ വിഭജനത്തിനും സ്വാതന്ത്ര്യത്തിനും അന്തിമ രൂപരേഖയായി പ്രവർത്തിച്ച പദ്ധതി ഏതാണ്? മൗണ്ട് ബാറ്റൺ പ്ലാൻ. ഇന്ത്യയുടെ വിഭജനത്തിനും സ്വാതന്ത്ര്യത്തിനും അന്തിമ രൂപരേഖയായി പ്രവർത്തിച്ച പദ്ധതി മൗണ്ട് ബാറ്റൺ പ്ലാൻ. ഏത് നിയമനിർമ്മാണ നിയമപ്രകാരമാണ് ബ്രിട്ടീഷ് ഇന്ത്യയെ ഇന്ത്യ പാകിസ്ഥാൻ എന്നീ രണ്ട് സ്വതന്ത്ര ആധിപത്യങ്ങളായി വിഭജിച്ചത്? ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം 1947. ഏത് നിയമനിർമ്മാണ നിയമപ്രകാരമാണ് ബ്രിട്ടീഷ് ഇന്ത്യയെ ഇന്ത്യ പാകിസ്ഥാൻ എന്നീ രണ്ട് സ്വതന്ത്ര ആധിപത്യങ്ങളായി വിഭജിച്ചത്? ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം 1947. ഉപ്പ് സത്യാഗ്രഹത്തിനിടെ മഹാത്മാഗാന്ധി അറസ്റ്റിലായതിനു ശേഷം നടന്ന ഉപ്പ് സമരത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? സരോജിനി നായിഡു. ഉപ്പ് സത്യാഗ്രഹത്തിനിടെ മഹാത്മാഗാന്ധി അറസ്റ്റിലായതിനു ശേഷം നടന്ന ഉപ്പ് സമരത്തിന് നേതൃത്വം നൽകിയത് സരോജിനി നായിഡു. 1920 അഖിലേന്ത്യാ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് AITUC ആദ്യ പ്രസിഡന്റായി സേവനമനുഷ്ഠിച്ച പ്രമുഖ നേതാവാണ്? ലാലാ ലജ്പത് റായ്. 1920 അഖിലേന്ത്യാ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് AITUC ആദ്യ പ്രസിഡന്റായി സേവനമനുഷ്ഠിച്ച പ്രമുഖ നേതാവ് ലാലാ ലജ്പത് റായ്. 1948 ജൂണിനുള്ളിൽ ഇന്ത്യക്ക് അധികാരം കൈമാറുമെന്ന് പ്രഖ്യാപിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആര്? ക്ലെമന്റ് ആറ്റ്ലി. 1948 ജൂണിനുള്ളിൽ ഇന്ത്യക്ക് അധികാരം കൈമാറുമെന്ന് പ്രഖ്യാപിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലെമന്റ് ആറ്റ്ലി. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഏത് ബ്രിട്ടീഷ് രാഷ്ട്രീയ പാർട്ടിയായിരുന്നു യുണൈറ്റഡ് കിങ്ഡത്തിൽ അധികാരത്തിലുണ്ടായിരുന്നത്? ലേബർ പാർട്ടി. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഏത് ബ്രിട്ടീഷ് രാഷ്ട്രീയ പാർട്ടിയായിരുന്നു യുണൈറ്റഡ് കിങ്ഡത്തിൽ അധികാരത്തിലിരുന്നത്? ലേബർ പാർട്ടി. ഇന്ത്യക്ക് മതമല്ല ഭക്ഷണമാണ് വേണ്ടത് എന്ന് പ്രഖ്യാപിച്ച നവോത്ഥാന നായകൻ ആര്? സ്വാമി വിവേകാനന്ദൻ. ഇന്ത്യക്ക് മതമല്ല ഭക്ഷണമാണ് വേണ്ടത് എന്ന് പ്രഖ്യാപിച്ച നവോത്ഥാന നായകൻ സ്വാമി വിവേകാനന്ദൻ.
ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് തൊട്ടു മുമ്പ് പ്രസിദ്ധമായ ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനി എന്ന പ്രസംഗം നടത്തിയ നേതാവ് ആരാണ്? ജവഹർലാൽ നെഹ്റു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് തൊട്ടു മുമ്പ് പ്രസിദ്ധമായ ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനി എന്ന പ്രസംഗം നടത്തിയ നേതാവ് ജവഹർലാൽ നെഹ്റു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനത്തെ അടയാളപ്പെടുത്തുന്നതിനായി 1947 ഓഗസ്റ്റ് 15 പാർലമെന്റ് ഹൗസിൽ ചരിത്രപരവും ആത്മാവിനെ ഉത്തേജിപ്പിക്കുന്നതുമായ ഷെഹനായി അവതരിപ്പിച്ച ഇതിഹാസ സംഗീതജ്ഞൻ ആരാണ്? ഉസ്താദ് ബിസ്മില്ല ഖാൻ. ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനത്തെ അടയാളപ്പെടുത്തുന്നതിനായി 1947 ഓഗസ്റ്റ് 15 പാർലമെന്റ് ഹൗസിൽ ചരിത്രപരവും ആത്മാവിനെ ഉത്തേജിപ്പിക്കുന്നതുമായ ഷെഹനായി അവതരിപ്പിച്ച ഇതിഹാസ സംഗീതജ്ഞൻ ആരാണ്? ഉസ്താദ് ബിസ്മില്ല ഖാൻ. സ്വാതന്ത്ര്യദിനത്തിൽ ദേശീയ പതാക ഉയർത്താൻ പ്രധാനമന്ത്രി പരമ്പരാഗതമായി ഡൽഹിയിലെ ചെങ്കോട്ടയുടെ ഏത് പ്രത്യേക കവാടമാണ് ഉപയോഗിക്കുന്നത്? ലാഹോരി ഗേറ്റ്. സ്വാതന്ത്ര്യദിനത്തിൽ ദേശീയ പതാക ഉയർത്താൻ പ്രധാനമന്ത്രി പരമ്പരാഗതമായി ഡൽഹിയിലെ ചെങ്കോട്ടയുടെ ഏത് പ്രത്യേക കവാടമാണ് ഉപയോഗിക്കുന്നത്? ലാഹോരി ഗേറ്റ്. ഞാൻ ഈ വീഡിയോയുടെ ആദ്യം ഒരു PDF നോട്ടിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് ഇനി പറയുന്നത്. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് സ്ട്രഗിളുമായിട്ട് ബന്ധപ്പെട്ട് ഒരു PDF നോട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. അതിൻ്റെ വില 20 രൂപയാണ്. PDF ആയിട്ടാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങുകളാണ് അതിലെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്. അത് ജസ്റ്റ് നിങ്ങളുടെ ജനറൽ അവയർനെസ്സിന് വേണ്ടി മാത്രമുള്ള ഒരു സെക്ഷനാണ്, എക്സാമിന് വേണ്ടിയുള്ള പാർട്ടല്ല. രണ്ടാമത്തെ പാർട്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ നാൾ വഴികൾ 1857 മുതൽ 1947 വരെ ഒറ്റ നോട്ടത്തിൽ നോക്കുന്ന ഒരു സെക്ഷനാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമുകളിൽ മിക്ക പ്രാവശ്യവും എന്ന് പറയാൻ പറ്റില്ല, എപ്പോഴും ചോദിക്കുന്ന സെക്ഷനാണ്. ഇവിടെ നിന്ന് എന്തായാലും ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഒരു ക്വസ്റ്റ്യൻ എങ്കിലും അറ്റ്ലീസ്റ്റ് ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ഈ ഇന്ത്യൻ ഹിസ്റ്ററിയുമായിട്ട് സ്വാതന്ത്ര്യ സമരവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള ഒരു സിലബസ് പാർട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ പാർട്ടിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ എന്തായാലും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും അല്ല ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ജസ്റ്റ് ഓരോ വർഷം നടന്ന സംഭവങ്ങൾ മാത്രം പോയിന്റ് ബൈ പോയിന്റ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ആ സംഭവങ്ങൾ ഏതാണ്, ഏത് വർഷം, ഏത് ഡേറ്റ്, ഏത് വ്യക്തികളാണ് അതിന് നേതൃത്വം നൽകിയത്, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയായിരുന്നു, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നോട്ട് ചെയ്താണ് കൊടുത്തിട്ടുള്ളത്. അപ്പം അതിൻ്റേതായിട്ടുള്ള വീഡിയോ നാളെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എത്രത്തോളം ഡീപ്പായിട്ടാണ് ആ നോട്ട് തയ്യാറാക്കിയത്, എത്രത്തോളം പോയിന്റ് ഓഫ് വ്യൂവിലാണ് തയ്യാറാക്കിയിട്ടുള്ളതെന്ന്. അപ്പോൾ അത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും. അതാണ് രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത്. മൂന്നാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സ്വാതന്ത്ര്യദിന ക്വിസിൻ്റെ സെക്ഷനാണ്. ഇപ്പം നമ്മൾ 400 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പം ഓരോ ദിവസം 100 ക്വസ്റ്റ്യൻസ് വീതമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ടോട്ടൽ 400 ക്വസ്റ്റ്യൻസ്. ഈ 400 ക്വസ്റ്റ്യൻസ് തന്നെയാണ് അതിലും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് വാങ്ങാൻ വേണ്ടി താല്പര്യമുണ്ടെങ്കിൽ വാങ്ങുക, വാങ്ങി പ്രയോജനപ്പെടുത്തുക. അതല്ല വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് ക്ലാസ് അങ്ങനെ കണ്ട് പഠിക്കുന്നതാണ് താല്പര്യമെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ഇഷ്ടം എന്താണോ അതിനനുസരിച്ച് ചെയ്യാം. ഈ PDF നോട്ട് ആവശ്യമായിട്ടുള്ളവർ നിങ്ങൾ ജസ്റ്റ് ഇത് മാത്രം ചെയ്യുക. ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങൾ നോട്ടെന്നോ PDF എന്നോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്യുമ്പോഴത്തേക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് ബാക്കി ഡീറ്റെയിൽസ് ഞാൻ അതിൽ റിപ്ലൈ ആയിട്ട് തരുന്നതായിരിക്കും. സോ നിങ്ങൾ ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? നിങ്ങൾക്ക് ഏറെ പ്രയോജനകരമായിട്ട് തീരുന്ന ഒരു സെക്ഷൻ തന്നെയായിരുന്നു നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇനി നാളെ ഇതിൻ്റെ ഒരു വലിയൊരു സെക്ഷനാണ് നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. സോ എല്ലാവരും വെയിറ്റ് ചെയ്യുക അതിന് വേണ്ടിയിട്ട്. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും അതുപോലെ തന്നെ ലൈക്ക് ചെയ്തും വീഡിയോ ഷെയർ ചെയ്തൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്ത് എല്ലാവരുടെ അടുത്തുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ്. തുടർന്ന് നിങ്ങളുടേതായിട്ടുള്ള സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ്. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണും കൂടെ എനേബിൾ ചെയ്ത് വയ്ക്കുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ടോപ്പിക്ക് ഇതുപോലെ ഇനി വീഡിയോ ചെയ്തിടണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ അറിയിച്ചു കഴിഞ്ഞാൽ എനിക്ക് കഴിയുന്നതാണെങ്കിൽ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഈ സെക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമുകളിൽ ചോദിക്കുന്ന സെക്ഷനാണ്. അപ്പോൾ എല്ലാവരും പഠിച്ച് നല്ല മാർക്ക് നേടുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്